സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു പിരമിഡ്, ഈ ഒരു ഈജിപ്തിനകത്താണ്. സോ നമ്മൾ ഇവിടെ നിന്ന് ആദ്യം എസ്കേപ്പ് ആവണം, അതാണ് ഒന്നാമത്തെ കാര്യം. സോ നമുക്കൊന്ന് എസ്കേപ്പ് ആവാൻ വലിയ പാടൊന്നുമില്ല, ഇച്ചിരി പാടേ ഉള്ളൂ. അടിപൊളി. സോ ഗൈസ്, ഇവിടെ ഇതെന്താ ബുക്കോ? ഓക്കെ, അല്ല പൊയ്യ, ഈജിപ്റ്റോളജി 102. ഓക്കെ, ഇതാണ് നമ്മുടെ ബുക്ക്. ഓക്കെ, നമ്മൾക്ക് ഇതിനകത്ത് ഒരുപാട് അറിവുപരമായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. സോ ഈ കാക്കയുടെ സിമ്പിളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ആണ്, നമ്മുടെ ആൽഫബറ്റിക് പോലെയാണ് ഗൈസ്. പണ്ട് പുരാന കാലത്ത് ഇങ്ങനെ സിമ്പിൾ ആയിരുന്നല്ലോ. സോ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല്, ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ സി, അങ്ങനെ കുറേ സിമ്പിൾ ഉണ്ട്. ഓക്കെ, നമ്മൾ അത് വെച്ച് ആൽഫബറ്റിക് കൺവേർട്ട് ചെയ്യണം. സോ നമുക്കത് രണ്ടാമത് നോക്കാം. നമുക്കിവിടെ ആദ്യം കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഡോറ, ഇവിടെ ഒരു ഈഗിളുണ്ട്, പിന്നെ ഇവിടെ ഒരു കലം തൂക്കി ഇട്ടിട്ടുണ്ട്. അതാണ് അടിപൊളി. ഓക്കെ, ഇതെന്താ വെള്ളമോ? ഇതെവിടെ അല്ലാ വെള്ളമൊക്കെ. A few moments later. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു തൂമ്പ ഇരിപ്പുണ്ട്. ശരി, ഇത് വെച്ച് ഞാൻ എന്താക്കാനാ? പിന്നെ ഇതാ ഇവിടെ ഒരു ഇതുണ്ട്, ഇതിനകത്തോണ്ട് ഇട്ടാലോ? ഇതിനകത്ത് ഇട്ടോ ഗൈസ്, വെള്ളം നിറ. ഇതുകൊണ്ട് ഉപകാരമൊന്നുമില്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അതിനുശേഷം നമുക്ക് ഇവിടെ 2 പലക ഇരിപ്പുണ്ട്. അല്ല, അത് പൊയ്യ. അയ്യോ, പൊട്ടിയാ ഗൈസ്, അത് പൊട്ടിപ്പോയി. എന്താ ഗൈസ്, അത് പൊട്ടിയത് പോരാഞ്ഞിട്ട് നമുക്ക് എന്തോ കിട്ടി കേട്ടോ. അത് ഞാൻ പൊട്ടിച്ചതല്ലേ, താനെ പൊട്ടിയതാണേ. എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ ഗൈസ്. ഓക്കെ, ഇവിടെ എന്തോ ഇതെന്താ സംഭവം? ഓക്കെ, ഇതെന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതെന്താ ഈ സിമ്പിൾ? എനിക്ക് തോന്നുന്നു ഈ സിമ്പിൾ നമുക്ക് ആ ബുക്കിൽ നോക്കാം ഗൈസ്. A few moments later. അടപ്പുണ്ട് ഗൈസ്, GRH, ഡാർക്ക്നെസ്. ഓക്കെ, സോ ഡാർക്ക്നെസ് ആയിട്ട്. അല്ല, ഇതെന്താ സംഭവം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡാർക്ക്നെസ്, ഇവിടെ അന്ധകാരമായിട്ട് എന്തോ ഉണ്ട്, അത് കണ്ടുപിടിക്കും. ഇതെന്താ? ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലായി ഗൈസ്. സംഭവം നമ്മൾ ഇത് അതിനകത്ത് വെക്കണമെന്ന് തോന്നുന്നു. ഇത് നമ്മൾ അതിനകത്ത് ആടാ മോനെ, കണ്ടില്ലേ? സ്വർണ്ണമാക്കി കിട്ടിയോ ഗൈസ്? ഇതെന്ത് ചെയ്യണം? നമുക്ക് ഇതായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇത് നമ്മളെ കയ്യിൽ ഇരിക്കട്ടെ. ആൻഡ് ഗൈസ്, എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് എന്തേലും, ഇത് കീ ആണ്, ഇവിടെ നമുക്ക് എന്തെങ്കിലും വെക്കണമെന്ന് തോന്നുന്നു. ഇതെന്താ സംഭവം? ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഓക്കെ, നമുക്ക് ഇതുപോലത്തെ കുറച്ച് പീസ് കണ്ടുപിടിച്ച് ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അതെന്തേലൊക്കെ ആവട്ടെ. നമുക്ക് ആക്ച്വലി ഇപ്പം നമ്മുടെ കയ്യിൽ ഇത് ഒന്നാമത്തെ ഇത് കിട്ടി. നമുക്കിത് വെയിറ്റ്, ഇതോടെ ഫിക്സ് ആയില്ലേ? ഗൈസ്, അത് ഞാൻ വെള്ളത്തിൽ ഇട്ടപ്പോഴത്തേക്ക് ഇങ്ങനെയായി. ഓക്കെ, നമുക്കിനി ഇത് ഇവിടെ വെക്കേണ്ട, എന്തായാലും ഇവിടെ വെക്കേണ്ടതാണ്. സെറ്റായി. ഓക്കെ, ഇതെന്താ സംഭവം? പെട്ടി തുറക്കണം, പെട്ടിക്കകത്ത്. ഓക്കെ, നമുക്ക് എന്തായാലും സൂട്ട്കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ പെട്ടി തുറക്കണം. ഓക്കെ, തുറക്ക്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ബ്രഷ് കിട്ടി, ഒരു ഇത് കിട്ടി. ഇതെന്താ? അത് പിന്നെ ഒരു ബുക്കും കിട്ടി, ബൈനോക്കുലറും കിട്ടി. ഓക്കെ, നമ്മളിൽ ഇത്ര സാധനങ്ങളുണ്ട്. നമുക്കിനി പെട്ടി അതുപോലെ അടച്ചു വയ്ക്കാം. ബ്രഷ് എടുത്തിട്ട് നമുക്ക് അത് ഇവിടെ ഒന്ന് തൂക്കാം. ഓക്കെ, സംഭവം അത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെന്താന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതെന്താന്ന് കണ്ടുപിടിച്ചാലേ ശരിയാകത്തുള്ളൂ. സോ നമുക്ക് ആദ്യം ബുക്ക് എടുക്കാം. ഈ ഒരു പൂവെന്ന് പറയണത് 100 ആണ്, 100 അല്ല 1000 ആണ്. അതുപോലെ തന്നെ ആ ഒരു 3 വരയെന്ന് പറയുന്നത് 3 താഴെ 100. സോ 1000 + 3 + 100, 1103. A few moments later. 1000 + 3 താഴത്തെ ആ ഒരു ഇത് +100. 2000 years later. 3426 ആണോ? 3400 സംതിങ് ആണെന്ന് തോന്നുന്നത്. പക്ഷെ നമുക്ക് നോക്കാം. 3426 ആണെന്ന് തോന്നുന്നത്. 3426, 426 അല്ലേ? എൻ്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ, അല്ല 6 അല്ലേ വേണ്ടത്? നമുക്ക് നോക്കാം. എൻ്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ 3426, പിന്നല്ല. അത്
ഞാൻ കില്ലാടിയാണ് ഗൈസ്. ക്രിസ് നീ ഒരു സംഭവമാണ്. ക്രിസ് നീ ഒരു മാത്സിൽ നീ ജീനിയസ് ആണ്, ജീനിയസ്. കുറച്ച്. സോ നമുക്കൊരു കീ കിട്ടി. ഇനി കീ കൊണ്ട് എന്താ ചെയ്യുക? ഓക്കെ കീ കൊണ്ട് പെട്ടി. എടാ മോനെ കീ കൊണ്ട് പെട്ടി തുറക്കൂ. ഓക്കെ ഗൈസ് കീ കൊണ്ട് പെട്ടി തുറന്നു. ഓക്കെ ഗൈസ് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് കോയിനും കാര്യങ്ങളൊക്കെ കിട്ടി. ഓക്കെ ഇപ്പോൾ ഒരുപാട് കോയിൻ ഉണ്ടല്ലോ. ഓക്കെ ഇതാണ് നമുക്ക് ആക്ച്വലി ആവശ്യമായിരുന്നത്. ഓക്കെ 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 ഇത് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം അവിടെയാണെന്ന്. ഓക്കെ ഒരു ഡ്രോയർ തുറന്നു. അല്ല ഇതിനകത്ത് അടുത്തതോ? എടേ എന്താടാ അപ്പം ഇത് തുറക്കുമ്പോഴും വീണ്ടും ഉണ്ടോ? ഓക്കെ ഗൈസ് നമുക്കിനി ഇതിവിടെ ഇരുന്നേ കാര്യമായിട്ട് അന്വേഷിക്കാം. വരൂ. സോ ഇതെന്ന് പറയുന്നത് മറ്റേ ഇതാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കിട്ടേണ്ട മെത്തേഡ് നോക്കണം. സോ നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിംഹം വരും, പിന്നെ അതിലേക്ക് കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു സ്ക്വയർ വരും, അതിലേക്ക് കൂടി പോയി ഒരു റെക്റ്റാങ്കിൾ വരും, പിന്നെ അതിലേക്ക് കൂടി പോയി ഒരു കൈ വരും, അതിലേക്ക് കൂടിയാണ് നമുക്കുള്ള എൻട്രി. നമുക്ക് ആദ്യം നോക്കാം. ആദ്യം വരുന്നത് ആ സിംഹം. ഓക്കെ അതിനുശേഷം നമുക്ക് ആ സിംഹം വഴി ഇങ്ങനെ പോയി ഇതുവഴി പോയി ഇത്. ഓക്കെ അതുവഴി നമ്മൾ പോയി ഇതുവഴി പോയി ഈ ഒരു സ്ക്വയർ സിമ്പിൾ. അങ്ങനെ ഇതുവഴി ഈ ഒരു കൈ വരും. കൈയുടെ ആ ഒരു സിമ്പലും കൂടി വരുമ്പോഴത്തേക്ക് സെറ്റാണ്. നടക്കരുതേ. ഓക്കെ സോ നമുക്ക് ഇതിനകത്ത് എന്തോ ഒരു പസിലുണ്ട് ഉറപ്പാണ്. ഓക്കെ സോ നമ്മൾ ഇതും അതുപോലെയാണെന്ന് തോന്നുന്നു. ഓക്കെ ഇത് നമുക്ക് ഇവിടെ ഇരുന്ന് കണ്ടുപിടിക്കാം. 2000 years later. ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ആക്ച്വലി ഇതിനകത്തുള്ളത് ബി ആണ്. സോ നമുക്ക് ബീനെ ഇവിടെ എത്തിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കേണ്ടത് ഈ ബീനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്കിവിടെ ബി ഉണ്ടോ ഇതിനകത്ത്? A few moments later. ഓക്കെ നമുക്ക് ഇതിനകത്ത് ബി കിട്ടത്തില്ല. സോ നമ്മളിപ്പോൾ ആക്ച്വലി ബി ബി എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യണമായിരിക്കും. സോ അതായിരിക്കും തോന്നുന്നു. സോ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. നമ്മുടെ ബുക്ക് എവിടെ? ബി ഇരിപ്പുണ്ട്. ബി എന്ന് പറയുമ്പോഴത്തേക്ക് BJT. അതെന്താ ആൽഫബറ്റിക്കാ? എഡ്യൂക്കേഷൻ്റെ കുറവുണ്ട് കേട്ടോ ഇതിനകത്ത്. ഓക്കെ അത് സിമ്പിളാണ്. ബി എന്ന് പറയുമ്പോഴത്തേക്ക് BJT ആണ് ബി. അപ്പോൾ ഇതിനകത്ത് BJT എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഈ ഒരു കാല്, ജെ എന്ന് പറയുന്ന പാമ്പ്, ടി എന്ന് പറയുന്ന ആ ഒരു സർക്കിള്. ബി എന്ന് പറയുന്നത് ഈ ഒരു കാല്, പിന്നെ ഒരു പാമ്പ്, പിന്നെ അടുത്ത് മറ്റേ ആ ഒരു സർക്കിളില്ലേ ഇത്. എന്താ ഇതൊക്കെ സിമ്പിളല്ലേ? ഓക്കെ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ തുറന്നു കിട്ടും. ഓക്കെ ഗൈസ് ഓക്കെ നമ്മൾ സെറ്റായിട്ട് സർവൈവ് ചെയ്തു. സെറ്റായിട്ട് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഓക്കെ സോ ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് അത്രേ ഉള്ളൂ ഗൈസ്. സിമ്പിളായിട്ട് രക്ഷപ്പെട്ടു. സോ നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കുന്ന സ്ഥലം ഇതിന് അടുത്ത ഒരു സ്ഥലമാണ്. സോ ഇവിടെ നിന്ന് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ. നമ്മളിപ്പോൾ എന്തായാലും അത് എസ്കേപ്പ് ആവാൻ പോകുന്നേ ഉള്ളൂ. സോ അതെന്തായാലും അടുത്തൊരു പാർട്ടിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. സോ